മാനന്തവാടി പഞ്ചാരക്കുലിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ മൃതദേഹം നാളെ സംസ്കരിക്കും. അടിയന്തര ധനസഹായമായി പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറി. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസും SDP-യും മാനന്തവാടി നഗരസഭ പരിധിയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഇന്ന് രാവിലെയാണ് മാനന്തവാടിയിൽ പ്രിയദർശിനി എസ്റ്റേറ്റിൽ കാപ്പി പറിക്കാൻ പോയ രാധയെ കടുവ ആക്രമിച്ചു കൊന്നത്. തണ്ടർബോൾട്ട് പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തണ്ടർബോൾട്ടിന്റെ നോർമൽ പട്രോളിംഗിന്റെ ഇടയ്ക്ക് അവരൊരു ചെരുപ്പും ബ്ലഡ് സ്റ്റെയിനും കണ്ടതും അത് അന്വേഷിച്ച് അവരുടെ അതിനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ ബോഡി കിടക്കുന്നതായിട്ടാണ് കണ്ടത്. മരണത്തിന് പിന്നാലെ പ്രതിഷേധിച്ച നാട്ടുകാർ സ്ഥലം MLA കൂടിയായ മന്ത്രി OR കേളുവിനെ തടഞ്ഞു. മൃതദേഹം പ്രദേശത്ത് നിന്ന് മാറ്റാൻ നാട്ടുകാർ സമ്മതിച്ചില്ല. ആവശ്യമെങ്കിൽ കടുവയെ വെടിവെച്ച് കൊല്ലാനും വനമന്ത്രി നിർദ്ദേശം നൽകിയതിന് പിന്നാലെ മന്ത്രി OR കേളു ജനങ്ങളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ 2:30-യോടെയാണ് മൃതദേഹം മാറ്റാൻ നാട്ടുകാർ സമ്മതിച്ചത്. നരഭോജി എന്നുള്ള ഇതിൽ ഉൾപ്പെടുത്തി കടുവനെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ കോമ്പൻസേഷൻ നിലവിലുള്ള 10 ലക്ഷമാണ് നമ്മൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ 1 ലക്ഷം കൂടി 11 ലക്ഷം രൂപ നമ്മൾ കൊടുക്കും. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കുടുംബത്തിന് 11 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകുവാനും കുടുംബത്തിലെ ഒരാൾക്ക് വനംവകുപ്പിൽ ജോലി നൽകുമെന്നും മന്ത്രി പറഞ്ഞു. അടിയന്തര ധനസഹായമായി പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറി. കടുവയെ മയക്കുവെടിവെക്കുന്നതിന് ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം നാളെ വയനാട്ടിലെത്തും. തിരച്ചിലിനായി തെർമൽ ഡ്രോണും എത്തിക്കും. വനംവകുപ്പിന്റെയും RRT അംഗങ്ങളുടെയും പരിശോധന സ്ഥലത്ത് നടന്നുവരികയാണ്. കടുവയ്ക്കായി പ്രദേശത്ത് ഒരു കൂടുകൂടി സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ കടുവയുടെ ആക്രമണത്തിൽ കോൺഗ്രസും SDP-യും നാളെ മാനന്തവാടിയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. മീഡിയ 1 വയനാട്.